2005 പ്രകാരം പൊസഷൻ ഏറ്റെടുക്കുന്നതിനാണ് മന്ത്രിസഭ അനുമതി നൽകുന്നത്. അങ്ങനെയാകുമ്പോൾ സ്ഥലം ലഭ്യമാകുന്നതിന് വലിയ കാലതാമസമുണ്ടാകില്ല. ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്, ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ടമായി പുനരധിവസിപ്പിക്കും. അതേസമയം വാസയോഗ്യമല്ലാതായി തീർന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ താമസിക്കുന്ന കുടുംബങ്ങളെ രണ്ടാം ഘട്ടമായി പുനരധിവസിപ്പിക്കാനാണ് തയ്യാറാവുക. പുനരധിവാസ പദ്ധതിയുടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കളുടെ കരട് പട്ടിക വയനാട് ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിക്കും. ആ പട്ടിക അന്തിമമാക്കുന്നത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽ മുഴുവൻ കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ടുപോയ ശ്രുതി എന്ന യുവതിയുടെ ദാരുണമായ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അവരുടെ പ്രതിശ്രുത വരനും പിന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ ശ്രുതിക്ക് ജോലി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് ആ ലോറിയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ട കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ നൽകുന്നതിനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകമൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണല്ലോ കാര്യങ്ങൾ നിൽക്കുന്നത്. വലിയ തോതിലുള്ള യുദ്ധത്തിന് മധ്യേഷ്യയിൽ സാമ്രാജ്യത്വം കളമൊരുക്കുന്ന നിലയാണുള്ളത്. ഇപ്പോൾ ലോകം വലിയ തോതിൽ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇസ്രയേലിനോടും മറ്റും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്കയും നേറ്റോ സഖ്യകക്ഷികളും പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനും മനുഷ്യക്കുരുതിക്കും വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ് അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും പ്രതിഷേധാർഹമായ നിലപാടാണ് ഇസ്രയേൽ ഈ ഭാഗത്ത് സ്വീകരിക്കുന്നത്. ലോക പൊതുജനാഭിപ്രായം അംഗീകരിക്കാൻ തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രമേയം മുഖേന പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. അതിലിപ്പോൾ ഉണ്ടായ സംഭവം ADGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെൻറ് നൽകുക.
ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGP ആണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അല്ല, നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം 1 മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. അതാണ്. അല്ല, നിങ്ങളെ നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബഹളാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിലൊരു റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല. ഞാൻ കൊടുത്ത അവധി 30 ദിവസമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിൻ്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ. ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. ഒരു റിസർവേഷൻ പോലെയാണ്. കാരണം രാഷ്ട്രീയ ബോധ്യത്തിൽ ADGP-RSSമായി കൂടിക്കാഴ്ച നടത്തി തെറ്റെന്ന് പോലും അങ്ങ് പറയുന്നില്ല. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാമെന്നാണ്. ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റേതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ഇത് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തിൽ. നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എൻ്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? എൻ്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിലല്ലല്ലോ സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് എന്താണോ വേണ്ടത് അപ്പോൾ തീരുമാനിക്കാമെന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ തന്നെയാണ് നിൽക്കുന്നത്.